ചോറ്റാനിക്കര പഞ്ചായത്തിലെ മുൻ UDF ഭരണസമിതി നിർമ്മിച്ച സാഫല്യം ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു നീക്കണമെന്ന് പഠന റിപ്പോർട്ട്. കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥയിൽ അറ്റകുറ്റപ്പണി സാധ്യമല്ലെന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. 24 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റിന്റെ ദുരവസ്ഥ അത് പറഞ്ഞാൽ പോരാ, കണ്ടു തന്നെ അറിയണം. ഈ കക്കൂസിന്നൊക്കെ ഒലിച്ചു വന്നതും ഞങ്ങൾ പെരുമാറിയാലും അടുക്കളയിലേക്ക് വരും. മറ്റുള്ളവർ പെരുമാറുന്നതും ഭിത്തി കൂടെ കണ്ടില്ല. പാചകം ചെയ്യുമ്പോൾ നമ്മുടെ അടുപ്പിനകത്തേക്ക് വെള്ളം തെറിക്കണത്, ബാത്റൂമിലെ വെള്ളം ഈ ജല്ലയിൽ തട്ടി ഭിത്തി വഴി ഒഴുകി സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ്. പേടിയുണ്ട്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം ഞങ്ങൾ ആരോട് ചെന്നില്ല ഞങ്ങളെ കൂടാനാ. UDF സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ചോറ്റാനിക്കര പഞ്ചായത്തിൽ വീടില്ലാത്ത 54 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പദ്ധതിയൊരുക്കി. 2015 ആദ്യഘട്ടത്തിൽ 24 പേർക്കായി 3 നിലകളുള്ള ഫ്ളാറ്റ് ഉയർന്നു. പിന്നാലെ പരാതികളും. സൺഷെയ്ഡ്, കോൺക്രീറ്റ് എന്നിവ ദിവസേന അടർന്നു വീണു. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ള ജിപ്സം ഷീറ്റിൽ നിർമ്മിച്ച ഫ്ളാറ്റ്. ഇതിക്കടെ നോക്കി അപ്പുറം വഴി വരെ കാണാവുന്ന രീതിയിലാണ് മൊത്തം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുകയാണ്. ഒരാളെങ്ങനെ തെന്നു വീണ് കഴിഞ്ഞാൽ ഒന്ന് പിടിക്കാനുള്ള സാധനമാണിത്. താമസിച്ചിരുന്ന 24 കുടുംബങ്ങളിൽ പലരും ഫ്ളാറ്റ് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറി. നിർധനരായ 18 കുടുംബങ്ങൾ ജീവൻ പണയം വെച്ച് ഇപ്പോഴും ഫ്ളാറ്റിൽ താമസിക്കുന്നു. ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴും അകത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കായിരിക്കും. മഴ വരുമ്പോൾ എത്ര പ്രാവശ്യം തെന്നിയിട്ടുണ്ടെന്നറിയാമോ? സ്ലാബുകളൊക്കെ ഇടിഞ്ഞു വീണ് ഇപ്പോൾ സ്ലാബ് ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ കുതിർന്ന് താഴെ വീഴാനുള്ള അവസ്ഥയിലാണ്. ഇപ്പം ഞാനവിടെ നിൽക്കുമ്പോഴാണ് ഇടിഞ്ഞു വീണത്. പണി നടക്കുമ്പോൾ പോലും ഫ്ളാറ്റ് ഒന്ന് കാണാൻ അനുമതി നൽകിയില്ല. 2 മുറി, ഒരടുക്കള, ശുചിമുറി. അവിടം വാസയോഗ്യമാക്കാൻ പിന്നെയും സ്വന്തം കയ്യിൽ നിന്നും താമസക്കാർ പണം ചിലവാക്കി. ആദ്യമായിട്ട് പണി തുടങ്ങിയപ്പോൾ ഒന്ന് കയറി കാണാൻ വന്നപ്പോൾ ആ ഗേറ്റിന്റെ അവിടെ 2 കോരുകൾ നിന്ന് നമ്മളെ കടത്തിവിടില്ല. ഹിന്ദിക്കാരാണ് ഇത് വീണു എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ഒരു മനുഷ്യൻ വന്നു. ഫ്ളാറ്റ് അപകടാവസ്ഥയിലാണെന്ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠന റിപ്പോർട്ടുണ്ട്. 24 വീടിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പദ്ധതി ബാക്കി പദ്ധതി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുക. ഇത് നിലനിൽക്കുന്നതല്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ വലിയ തോതിലുള്ള ദ്രോഹം ഈ സാഫല്യം ഫ്ളാറ്റ് വാങ്ങിയ ആളുകളോട് ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷവും പൊട്ടിപ്പൊളിയും. ജീവഭയത്തോടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നു. ഈ മനുഷ്യരോട് കൊടും ക്രൂരത കാട്ടിയവർക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണം, നടപടി ഉണ്ടാകണം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.